ഹായ് നമസ്കാരം. അങ്കമലയുടെ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ജയിലറിലെ SRKയുടെ വേഷം എന്തായിരിക്കുമെന്നതിനെക്കുറിച്ചുള്ള ചെറിയ ഊഹാപോഹങ്ങളൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യമാണ് പങ്കുവയ്ക്കുന്നത്. SRK എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സൂപ്പർ സ്റ്റാർ രജനികാന്തിൻ്റെ കൂടെ അദ്ദേഹവും എത്തുമ്പോൾ എന്തായിരിക്കും തരമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? പാൻ വേൾഡ് ഹിറ്റിലേക്കാണ് ജയിലർ പോവുക. അതൊന്ന് ഒരു ആവറേജിന് മുകളിൽ ഉണ്ടെങ്കിൽ തന്നെ, ആവറേജ് ഉണ്ടെങ്കിൽ തന്നെ പാൻ ഇന്ത്യൻ ഹിറ്റ് ഉറപ്പാണ്. ആവറേജിന് മുകളിലേക്കാണ് ചിത്രം പോകുന്നതെങ്കിൽ പാൻ വേൾഡ് ഹിറ്റ് ആയിരിക്കും ആ സിനിമ. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന സിനിമയായി അത് മാറിയേക്കാം എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. നല്ല രീതിയിൽ സിനിമ ചെയ്യാൻ കഴിവുള്ള ആളാണ് നെൽസൺ ദിലീപ് കുമാർ. തങ്ങളുടേതായിട്ടുള്ള ദേശത്തുള്ള താരങ്ങളെ അവർക്ക് വേണ്ടത്ര ആ ഒരു പ്രൊമിനൻസും അതുപോലെ അവർക്ക് വേണ്ടത്ര സ്ക്രീൻ സ്പേസും നൽകിക്കൊണ്ട് വേണ്ടത്ര രീതിയിൽ നല്ല രീതിയിൽ തന്നെ ആ റോളുകൾ ഗംഭീരമായിട്ട് സിനിമയിലെ കൂടുതൽ സമയം അവരുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്തു വയ്ക്കാൻ വളരെ വിദഗ്ധമായിട്ടുള്ളൊരു കഴിവുള്ള ആളാണ് നമ്മുടെ നെൽസൺ ദിലീപ് കുമാർ. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഈ പറഞ്ഞ സൂപ്പർ താരങ്ങളെല്ലാം ഒന്നിച്ചെത്തുന്നത്. ഒരുപാട് താരങ്ങൾ എത്തുന്നുണ്ട്. അതിൽ ഷാറുഖ് ഖാൻ്റെ വേഷത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഷാറുഖ് ഖാൻ എന്ന ഇന്ത്യൻ സിനിമയുടെ തന്നെ കിങ് ഖാൻ, ബോളിവുഡ് ബാദ്ഷാ, അങ്ങനെയാണ് അദ്ദേഹത്തിന് അറിയപ്പെടുക. ആ ബാദ്ഷായുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വാഗും എടുത്തു കാണിക്കുന്ന ഒരു പോലീസ് കഥാപാത്രമായിട്ടാണ് അദ്ദേഹം എത്തുന്നത് എന്നുള്ള വാർത്തകളാണ് അറിയുന്നത്. ഒരുപക്ഷെ തമിഴ് സിനിമയിൽ ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്യുന്നൊരു സംവിധായകൻ ആദ്യമായിട്ടായിരിക്കും. മണിരത്നമൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ കൊമേഴ്സ്യൽ സിനിമയുടെ ആ ഒരു കെട്ടും മട്ടും എല്ലാം രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സംവിധായകൻ. അദ്ദേഹം കഴിഞ്ഞ ജയിലർ സിനിമ എത്ര വലിയൊരു വിജയമാക്കി എടുത്തു നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. രജനികാന്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസ വിജയം തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ തുടർച്ചയായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അത്തരത്തിലൊരു വിജയം അദ്ദേഹത്തിന് അനുഗ്രഹിച്ചത്. അതിന് നെൽസൺ ദിലീപ് കുമാറിന് വളരെയധികം ക്രെഡിറ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആ മേക്കിംഗ് ആണ് ആ സിനിമയെ വ്യത്യസ്തമാക്കിയത്. ലാലേട്ടൻ നൽകിയ വേഷത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം ഈ ചിത്രത്തിൻ്റെ ഭാഗമായി എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ശിവരാജ് കുമാറും ഈ സിനിമയിൽ എത്തുന്നുണ്ട്. ശിവണ്ണയും ഗംഭീരമായിട്ടുള്ള കഥാപാത്രമായിട്ടാണ് ആ സിനിമയിൽ ഒന്നാം ഭാഗത്തിലെത്തിയത്. രണ്ടാം ഭാഗത്തിലുമുണ്ട്. ഒപ്പം തന്നെ മലയാളത്തിന് ഒരുപിടി താരങ്ങൾ ഈ സിനിമയിൽ എത്തുന്നുണ്ട്. സുരാജ് വഞ്ഞർമൂടും അതുപോലെ സുനിൽ സുഗതയും, അങ്ങനെ ഒട്ടനവധി താരങ്ങൾ. മിർണ ഓൾറെഡി ആ സിനിമയിലുണ്ട്, രമ്യകൃഷ്ണനുണ്ട്. അതുപോലെ തന്നെ നമ്മളറിയാത്ത അല്ലെങ്കിൽ നമ്മളെല്ലാവരും അപ്രതീക്ഷിതമായിട്ട് കാണുന്ന ചില ക്യാമിയോ അപ്പിയറൻസുകളും ഈ സിനിമയിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഈ മാസത്തിൽ പകുതിയോട് കൂടിയിട്ടാണ് ഷാറുഖ് ഖാൻ്റെ കഥാപാത്രം ലാൻഡ് ചെയ്യുന്നത്. സിനിമ ഷൂട്ടിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ സിനിമ. ഈ അടുത്ത് തന്നെ ചിത്രത്തിൻ്റെ പാക്കപ്പ് പറയാം. അതിനു മുമ്പ് ഷാറുഖ് ഖാൻ്റെ വേഷവും ഷൂട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. അദ്ദേഹം ഒരു പോലീസ് കഥാപാത്രമായിട്ടാണ്, കിടിലൻ കാമിയോ ഗെറ്റപ്പിലാണ് അദ്ദേഹം എത്തുന്നത്. നമ്മുടെ രജനീകാന്തിനെ സഹായിക്കുന്ന ഒരു നല്ലവനായ പോലീസ് ഓഫീസർ വിത്ത് കിടിലൻ സ്വാഗ്, അതായിരിക്കും ഷാറുഖ് ഖാൻ്റെ കഥാപാത്രം എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും തിയേറ്ററിൽ ഇത് വമ്പൻ ഓളം തന്നെ.